എവിടേക്ക് പോയാലും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തേക്ക് പോയാലും ഏതൊരു സിറ്റുവേഷനിൽ ഇരുന്നാലും അയാളുടെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ഈ അയാളെ കുറ്റം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അയാളെ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അയാളെ വെറുക്കുന്ന ആൾക്കാർ, ഇതിങ്ങനെ എപ്പോഴും അയാളുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ചങ്ങായിമാരൊക്കെ തന്നെ എങ്ങനെ ഉണ്ടാവുക, ഓരോ ഉപയോഗിക്കുന്ന ചങ്ങായിമാർ, അല്ലെങ്കിൽ തെറി പറയുന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ചങ്ങായിമാർ, അല്ലെങ്കിൽ എപ്പോഴും നല്ല അഡിക്റ്റീവായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ചങ്ങായിമാർ, പുതിയ കാര്യം തുടങ്ങാൻ വിചാരിക്കുന്ന സമയത്ത് കളിയാക്കി തീർക്കുന്ന ചങ്ങായിമാർ, അതേമാതിരി ഒരു കാര്യം വിജയിക്കാൻ സമയത്ത് അവരെ തോൽപ്പിക്കുന്ന ചങ്ങായിമാർ, ഇങ്ങനത്തെ ഒരു കൂട്ടരും മനുഷ്യന്മാരുണ്ട് നമ്മുടെ ലോകത്ത്. ഇനി ഇതിനെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ചങ്ങായിണ്ട്. ഈ ചങ്ങായിക്ക് എന്താണ്, ഇയാൾ എങ്ങോട്ട് പോയാലും ഇയാളൊപ്പം ഉണ്ടാവണ മനുഷ്യന്മാർ എപ്പോഴും നല്ല നല്ല മനുഷ്യന്മാരും നല്ല സത്യസന്ധമായ മനുഷ്യന്മാരും, അല്ലെങ്കിൽ നല്ല അവിടെയുള്ള ഏറ്റവും നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരും. സാധാരണ നമ്മളെ ഈ ടോക്സിക് പീപ്പിൾ ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോയാൽ പോലും ഇയാളെ അവിടുത്തെ ആൾക്കാർക്കൊന്നും പൊതുവെ ഇയാളെ അറിയാതെ വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഈ ബാഡായിട്ടുള്ള മനുഷ്യന്മാർക്കൊന്നും ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം? ടോക്സിക് പീപ്പിളായിട്ട് ആൾക്കാർ പറയുന്നത് നമുക്ക് ഇയാളെ അറിയാനില്ല എന്നാണ്. പക്ഷേ ആ നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ പറയണത് അവർക്ക് പോലും ഇയാളായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ രണ്ട് ഉദാഹരണത്തിൽ നിന്നുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ആളെ ഈ ആദ്യത്തെ ആളിൽ നിന്ന് ഇത്ര വ്യത്യസ്തമാക്കുന്നത്? ആദ്യത്തെ കൂട്ടരെന്ന് വെച്ചാൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നതിൻ്റെ ആൾക്കാരുടെ എണ്ണത്തിനെയാണ്. രണ്ടാമത്തെ ആൾ ഫോക്കസ് ചെയ്തത് അറിയാവുന്ന ഏറ്റവും നല്ല ആൾക്കാരുടെ പവറാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഇത്രയും വളരെ വലുതാണ്. എപ്പോഴും ഇവനെ പുകഴ്ത്തി പറയും, അല്ലെങ്കിൽ അവരെപ്പോഴും ഇവനെ വിജയിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കും ഇതുപോലെ രണ്ടാമത്തെ ആളായി മാറാൻ കഴിയുക? അല്ലെങ്കിൽ ഒന്നാമത്തെ ആളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് രണ്ടാമത്തെ ആളിൽ നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പഴയ ചങ്ങായിമാരെ അല്ലെങ്കിൽ പഴയ സറൗണ്ടിങ്സിനെ മൊത്തം ഒഴിവാക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം ഭയങ്കര പ്രയാസമുള്ളൊരു ടാസ്ക്കാണ്. അതിനായി നമ്മൾ ഒരു മങ്ക് മോഡ്, അതായത് നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ അറിയാം എത്രത്തോളം മങ്ക് മോഡിനെ കൊണ്ട് വിജയിച്ച ആൾക്കാർ നമ്മളെ ലോകത്തുണ്ട്. ഈ ഒരൊറ്റ ടെക്നിക്കിലൊരു, അതായത് ഒരു നിശ്ചിത സമയ കാലഘട്ടം നമ്മളെ ചങ്ങായിമാരെ അല്ലെങ്കിൽ നമ്മുടെ പഴയ കോണ്ടാക്റ്റുകളെ എല്ലാം ബ്ലോക്ക് ചെയ്ത് ഒരു നമ്മളെ വർക്കൗട്ടുകളും നമ്മുടെ ചിട്ടകളും നമ്മളെ മെഡിറ്റേഷനുകളും ഇതെല്ലാം ഒരു ചിട്ടയായ രൂപത്തിൽ നമ്മൾ കൊണ്ടുപോയി, അതായത് നമ്മളെ സംസാരമായാലും അതിൻ്റെ ഒരു ചിട്ടമായ രൂപത്തിൽ നമ്മൾ കരുണുള്ളവരും സഹായിക്കുന്ന ആളും ആവുക എന്നുള്ളതാണ്. എനിക്കറിയാം അത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും വളരെ ഈഗോ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ കരുണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ സഹായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇനി അതിലും താഴെ തട്ടിലുള്ള ആൾക്കാർ പറയും നമ്മളെ ജീവിതത്തിൽ ആൾക്കാർ നമ്മളെ മുതലെടുക്കാൻ നടക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കാൻ നടക്കുന്ന ആൾക്കാരോട് നമുക്ക് എങ്ങനെ കരുണ കാണിക്കാൻ കഴിയുക എന്ന് പറയും. അല്ലെങ്കിൽ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു സഹായം അത് ആരെ സഹായിച്ചു എന്നുള്ളതിനേക്കാൾ, അത് ആരെ സഹായിച്ചാൽ പോലും ഏതൊരു പാവത്തിന് അല്ലെങ്കിൽ ഏതൊരു കച്ചറ മനുഷ്യനാണെങ്കിലും സഹായിച്ചാൽ പോലും അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അത് നമുക്ക് ആ സഹായം നമുക്ക് തന്നെ കിട്ടും. ഇതിനാണ് ഈ കാർമ എന്ന് പറയുന്നത്. ഇത് പല ആൾക്കാരും പറയുമ്പോൾ ഇതിലൊരു വിശ്വാസക്കുറവുണ്ടാവും, പക്ഷേ ട്രസ്റ്റ് മീ, ഇറ്റ്സ് ഓൾവേസ് വർക്ക്. നമ്മൾ ആൾക്കാരൊക്കെ കട്ട് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ചങ്ങായിമാരെ കിട്ടുക? അത് ഞാൻ ശരിയായ ഉത്തരം പറഞ്ഞുതരാം. അതായത് ശരിയായ മനുഷ്യന്മാർ അവരൊരിക്കലും ഒരു ഔട്ട്റീച്ചിന് വേണ്ടി കാത്തിരിക്കില്ല, അല്ലെങ്കിൽ അവരെ തേടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അനാവശ്യമായ ആൾക്കാരെ ഒഴിവാക്കി അവർ നല്ല സമയത്ത് അവർ നിങ്ങളെ തേടി തന്നെ വരും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് റൈറ്റ്. ശരിയായ മനുഷ്യന്മാർ, അതാണ് ശരിയായ മനുഷ്യന്മാരെ പവർ എന്ന് പറഞ്ഞാൽ. അവരെപ്പോഴും ശരിയായ മനുഷ്യന്മാരെ കണ്ടെത്താൻ വളരെ വളരെ സ്കിൽഫുള്ളായിരിക്കും. അതിന് നമ്മളായാൽ പോലും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഒരു ശരിയായ മനുഷ്യന്മാരെ. യൂസിങ് ദ ബെസ്റ്റ് വേർഡ്സ്, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രായത്തിൽ, അതായത് വളരുന്ന ഒരു 8ാം ക്ലാസ്, ഒരു 10ാം ക്ലാസ് കഴിയണ ഒരു പ്രായഘട്ടത്തിൽ ഒരു യങ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്താണെന്ന് വെച്ചാൽ
ഇവർ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ചങ്ങായിമാരെ അല്ലെങ്കിൽ ഒരു വലിയ വലിയ ആൾക്കാരായി കാണുന്നത് കൂടുതൽ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കച്ചറ ആയ ആൾക്കാരുടെ അടുത്താണ് അവർ കൂടുതൽ വലിയ വലിയ റോൾ മോഡലായി അല്ലെങ്കിൽ വലിയ വലിയ കൂട്ടത്തിന് ലീഡറായിട്ട് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ മനുഷ്യനായിട്ട് കാണുന്നത് ഇങ്ങനത്തെ മനുഷ്യന്മാരാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസ്കുലിൻ, അതായത് നമുക്ക് ആണുങ്ങൾക്ക് പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകിച്ച് ഇപ്പോഴും ഒരു മാസ്കുലിൻ ലീഡർ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് അത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ ആണത്വത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കില്ല, അവരെപ്പോഴും പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലോകം ഇത് കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ ഉള്ള ചെക്കന്മാരെ തെറി, ഇപ്പോൾ ഉള്ള പുതിയ തെറികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ബാഡ് വേർഡ്സ് ഇത് കണ്ടിട്ട് ആൾക്കാർ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്യും. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് യഥാർത്ഥ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ആണത്തം. സൊസൈറ്റി അങ്ങനെയാണ്. കാരണം ഒരു കാലഘട്ടത്ത് വലിയ വലിയ രാജാക്കന്മാർ അല്ലെങ്കിൽ വലിയ വലിയ യുദ്ധപ്പടന്മാർ അവരൊക്കെ മാസ്കുലിനിറ്റി തെളിയിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ മൊത്തം ഒരു ഡിസ്ട്രാക്റ്റഡ് ആയ ഒരു സോഫ്റ്റ് ആയ വേൾഡായിരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും സോഫ്റ്റാണ്. ഈ കാലഘട്ടത്തിൽ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തികച്ചും നോർമലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ നമ്മളതിനെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് പല ആൾക്കാർക്കും അതിന് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ചുറ്റുള്ള ആൾക്കാർ അത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു തെറിയും വിളിക്കാത്ത ആൾക്കാർക്ക് തെറി കിട്ടാനുള്ള ചാൻസ് കുറയും. ഇത് ഞാൻ പരീക്ഷിച്ചതാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി. ഞാൻ പറയുകയാണെങ്കിൽ ഇത് 100% വർക്കിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരൊറ്റ പോയിന്റ് നിങ്ങളെ ഒരുപാട് ടോക്സിസിറ്റിയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പോയിന്റാണ്. നമ്മൾ നീട്ടുന്നില്ല, നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനി നീട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.